ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ പൊതു തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. അവിടെ ഭരണം മാറ്റം വന്നിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ശ്രീലങ്കയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തിരി ചരിത്രത്തിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി പോയിരുന്ന സ്ഥലമാണ് ശ്രീലങ്ക. അന്ന് അറിയപ്പെട്ടിരുന്നത് സിലോൺ എന്നാണ്. എന്തിനധികം പറയുന്നു, നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ചായക്കടകളിൽ സാധാരണ സിലോൺ റേഡിയോയുടെ ശബ്ദം എന്നും നമ്മൾ ശ്രവിക്കാറുണ്ട്. ചായക്കടകളിൽ സിലോൺ റേഡിയോ കേൾക്കുക പതിവായിരുന്നു. ആകാശവാണിയിലെ പരിപാടിക്ക് പുറമെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയോ സ്റ്റേഷൻ ആയിരുന്നു സിലോൺ റേഡിയോ. നമ്മുടെ നാട്ടിൽ വളരെ വ്യക്തമായി ക്ലിയറായി കേൾക്കുന്ന ഒരു ചാനലായിരുന്നു അത്. മലയാളത്തിൽ പരിപാടിയും അതിൽ ഇടം പിടിച്ചിരുന്നു. അത്രയും ഫ്രീക്വൻസിയും സിലോൺ റേഡിയോക്ക് ഉണ്ടായിരുന്നു. വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്ക അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും മാറി മാറി വന്ന ഭരണത്തിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും മൂലം സാമ്പത്തികമായി വളരെ പിന്നോട്ട് പോവുകയും ഒരു വർഷം മുൻപ് അവിടെ നടന്ന പ്രയാസങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നാം വീക്ഷിച്ചതാണല്ലോ. അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് തിരഞ്ഞെടുപ്പിലേക്ക് വരാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വിഷയം ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ പറയട്ടെ, ശ്രീലങ്ക തിരഞ്ഞെടുപ്പിൻ്റെ രീതി ഒന്ന് പരിശോധിക്കാം. ബാലറ്റ് പേപ്പറിൽ 2 സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി പ്രയോറിറ്റി 1 കണക്കാക്കുന്നത്. രണ്ടാമത് കൂടി ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്താം. 50% വോട്ട് നേടുന്ന സ്ഥാനാർത്ഥികളാണ് ആദ്യ പ്രയോറിറ്റി ലിസ്റ്റിൽ വരിക. ചുരുക്കി പറഞ്ഞാൽ 50% താഴെ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥികൾ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകും. പിന്നെ 50% അതിനു മുകളിലും വോട്ട് നേടിയ സ്ഥാനാർത്ഥികളാണ് വോട്ടെണ്ണൽ രംഗത്ത് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ അവരുടെ ഇലക്ഷൻ നിയമത്തിലുണ്ടെങ്കിലും അതൊന്നും പ്രയോഗിക്കേണ്ട അവസ്ഥ ഇതുവരെ ആ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ പ്രാവശ്യവും വ്യക്തമായ ഭൂരിപക്ഷത്തിന് പ്രധാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കും. എന്നാൽ ഇക്കുറി ഈ നിയമങ്ങളെല്ലാം പൊടി തട്ടിയെടുക്കേണ്ട അവസ്ഥയാണ് ശ്രീലങ്കയിൽ ഉണ്ടായത്. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും 50% വോട്ട് നേടിയില്ല. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം NPP സ്ഥാനാർത്ഥി അനുരാഗ കുമാര ദിസനായകി, സമാഗി ജന ബാലവേഗയുടെ SJB സജിത് പ്രേമദാസയും നിലവിലെ പ്രസിഡന്റ് വിക്രം സിംഗയുമായിരുന്നു പ്രധാന സ്ഥാനാർത്ഥികൾ. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ നിലവിലെ പ്രസിഡന്റ് 17.26% വോട്ട് നേടി 3-ാം സ്ഥാനത്തായി. എന്നാൽ രാജ്യത്തെ 22 ജില്ലകളിൽ 15ലും NPP ദിസനായക മുന്നിലെത്തി. 56 ലക്ഷം വോട്ട് ആണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നേടിയത്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് 50% വോട്ട് ഒരു സ്ഥാനാർത്ഥിയും നേടാനാവാത്ത സ്ഥിതിക്ക് 2ാം പരിഗണന വോട്ട് എണ്ണിയാണ് വിജയിയെ പ്രഖ്യാപിച്ചത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 50% വോട്ട് ഒരു സ്ഥാനാർത്ഥിയും നേടിയില്ല. അപ്പോൾ വോട്ടർമാർ 2ാം പരിഗണനയായി ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തുന്ന 2ാം പരിഗണന വോട്ട് കൂടി എണ്ണി 2 സ്ഥാനാർത്ഥികൾ മുന്നിലെത്തി. അതിൽ നിന്നാണ് 42.32% വോട്ട് നേടിയ അനുരാഗ് കുമാരെ ദിസനായകയെ വിജയിയായി ശ്രീലങ്കൻ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ശ്രീലങ്കയിലെ ആദ്യകാലം മുതലേ ശ്രീലങ്കയുടെ ആദ്യകാലം മുതലേ അവരുടെ വരുമാന മാർഗം ടൂറിസമാണ്.
ടൂറിസം രംഗത്ത് അറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. അപാരമായ പ്രകൃതി ഭംഗിയുമാണ് ശ്രീലങ്കയുടെ മുതൽക്കൂട്ട്. എന്തായാലും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ. നല്ല ഭരണവും സാമ്പത്തിക അച്ചടക്കവും മൂലം ആ രാജ്യത്തിൻ്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.